പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിലുള്ളമായ കർത്താവെ, ഈ പ്രഭാതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സ്തുതിച്ചുകൊണ്ട് സകല ചരാചരങ്ങളോട് ഒന്നുയർന്ന ഞാൻ അങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച കർത്താവെ, ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് ഏക ബലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പുതുജീവൻ നൽകുകയും എൻ്റെ ഓർമ്മയ്ക്കായി ബലി അർപ്പിക്കുവാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങയുടെ അരികിലേക്ക് ധാരാളം രോഗികൾ കടന്നു വരിക അങ്ങയെ സ്പർശിച്ചുകൊണ്ട് സൗഖ്യം നേടുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. ഈ സൗഖ്യദായം സ്പർശനം വഴി ധാരാളം പേർ സൗഖ്യപ്പെട്ടു. തിങ്ങിക്കയറിക്കൊണ്ടിരുന്ന ജനക്കൂട്ടത്തെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കും. ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ നിൻ്റെ സ്പർശനത്താൽ സൗഖ്യത്തിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാ തിന്മകളും അകന്നു പോകട്ടെ. ദൈവകൃപയുടെ നിറവായി ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ. നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷം അനുഭവിച്ചറിയും ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണം. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളുടെയും പ്രതിസന്ധികളിൽ അങ്ങ് താങ്ങും തണലുമായി അവരെ ഓരോരുത്തരെയും രക്ഷയുടെ നിറവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കൃപ നൽകണമേ. ഈശോയെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നിൻ്റെ സാന്നിധ്യം സാമീപ്യം ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇന്ന് നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.